ഈ പിടിയിലായിട്ടുള്ള കാപ്പ കേസ് പ്രതി അതുമായി ബന്ധപ്പെട്ട് റിമാൻഡിലാണ്. ഇനി പ്രതികളെയൊക്കെ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഇനി കോടതിയിലേക്ക് ഹാജരാക്കിയ ശേഷം ആ കേസിന്റെ മുറയ്ക്ക് നീക്കം നടത്തുക. അങ്ങനെ ഓരോ സ്റ്റെപ്പും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ വഴിത്തിരിവായി നിർണായക ഘട്ടങ്ങളിലേക്ക് എത്തി. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതല്ലേ ജെയിൻ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മറ്റൊരു വഴിയിലൂടെയാണ് മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇതൊരു 3 നില കെട്ടിടമാണ്. പക്ഷെ ഈ കെട്ടിടത്തിന്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് 3 നില ദൃശ്യമാകില്ല, 1 നില മാത്രമാണ് ദൃശ്യമാവുക. ഇതിന്റെ അടിയിലാണ്, താഴ്ചയിലാണ് ഈ മറ്റു 2 നിലകളുള്ളത്. ആ നിലകളിലെ ഈ വേസ്റ്റ് കുഴിയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ താഴത്തെ നിലയിലൂടെയാണ് മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കേസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കേസിൽ ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ 4 പേര് മാത്രമാണോ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റ് പ്രതികളോ മറ്റെന്തെങ്കിലും സഹായമോ ഇതുവരെ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് നേരത്തെ എസ് പി ബ്രീഫ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഈ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് തുക നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പോലീസ് സ്ഥിരീകരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം നേരത്തെ തന്നെ വന്നതാണ്. ഇത് സംബന്ധിച്ച് പോലീസ് കേസുകളുണ്ട്. കട്ടപ്പന ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലും ഇത് സംബന്ധിച്ച് പരാതിയുണ്ട്. ജോമോൻ തന്നെ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. കൂടാതെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഇടപെടിയിട്ടുണ്ട്. ഇത്തരത്തിൽ പരാതി നൽകാനും ശ്രമം നടത്തിയിരുന്നു. എന്തായാലും ജെയിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. മാൻഹോളിൽ നിന്നും അത് പൂർണ്ണമായും പുറത്തേക്ക് എടുക്കാൻ സാധിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മറ്റ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റും. ആംബുലൻസിൽ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോകും. പോലീസ് അതിനുശേഷം എന്തായിരുന്നു ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുതകൾ, കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് സാമ്പത്തിക തർക്കങ്ങൾ എന്നുള്ളതാണ് പോലീസ് നേരത്തെ വിശദീകരിച്ച് എസ് പി നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത്. ഇനി ഒരുപാട് നടപടിക്രമങ്ങൾ ഇനി ബാക്കിയുണ്ട്. 4 പ്രതികളാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അതിലൊരാൾ കാപ്പ കേസിലെ പ്രതിയാണ്. ആ പ്രതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളൊക്കെയാണ് ഈ കേസിന്റെ ചുരുളഴിക്കാനൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ആ കാപ്പ കേസ് പ്രതി കൊട്ടേഷൻ സംഘങ്ങൾ ഉൾപ്പെട്ട ഒരു കേസ് കൂടിയാണ്. സാമ്പത്തിക തർക്കം, ഈ കാറ്ററിംഗ് പങ്കാളി ഉൾപ്പെട്ട ആ തർക്കങ്ങളൊക്കെ തന്നെ കൊട്ടേഷനിലേക്ക് പോയി. അങ്ങനെയാണ് ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു മാൻ മിസ്സിംഗ് കേസ് എന്ന നിലയിലാണ് ഈ കേസ് പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. പിന്നീട് നടത്തിയ അന്വേഷണങ്ങൾ അപ്രതീക്ഷിതമായിട്ടൊക്കെ തന്നെ ലഭിച്ച തെളിവുകളും തുമ്പുകളും ഒക്കെ തന്നെ ആ കേസിനെ സംബന്ധിച്ചോളം വഴിത്തിരിവായി മാറുകയായിരുന്നു. തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ള പ്രതികളെയൊക്കെ തന്നെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ കേസിൽ ഇനി ചുരുളഴിക്കാൻ കഴിയുകയുള്ളൂ. പ്രതികളെയൊക്കെ തന്നെ വിശദമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം. എന്തായിരുന്നു കൃത്യം, ഈ കേസിൽ മറ്റാരെങ്കിലും ഈ 4 പേർ മാത്രമാണോ, കൊട്ടേഷൻ സംഘം കൂടി ഉൾപ്പെട്ടത് കൊണ്ട് മറ്റാർക്കെങ്കിലും ഇതിന്റെ അറിവുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണത്തിലേക്കൊക്കെ പോലീസ് വരും ദിവസങ്ങളിൽ പോകും. മാൻഹോളിലായിരുന്നു ഈ പ്രതികൾ. 3 നില കെട്ടിടമാണ്. അതിന്റെ മാൻഹോളിൽ ഏറ്റവും താഴത്തെ നിലയിലെ മാൻഹോളിലാണ് മൃതദേഹം ഉപേക്ഷിച്ചിരുന്നത്. അപ്പോൾ മൃതദേഹം ഒരു സമയത്തും എടുക്കില്ല, അല്ലെങ്കിൽ തെളിവുകളൊക്കെ തന്നെ നശിപ്പിക്കപ്പെട്ടേക്കാം എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ കൊലപാതക കേസ് പൂർണ്ണമായി അടഞ്ഞു എന്ന് വിശ്വസിച്ചു പ്രതികൾ. പക്ഷേ പല കേസുകളിൽ നമ്മൾ കാണുന്നത് പോലെ തെളിവുകൾ പലതായി ഇങ്ങനെ അവശേഷിക്കും, തുമ്പുകളായി അവശേഷിപ്പിക്കും. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ടൊക്കെ തന്നെ വന്ന തെളിവുകൾ അത് പോലീസ് വളരെ വിദഗ്ധമായി തന്നെ തൊടുപുഴ പോലീസ് ആ അന്വേഷണത്തിന്റെ വഴിത്തിരിവിലേക്ക് കടക്കുകയും ചെയ്തു. പിന്നീടാണ് പ്രതികളിലേക്ക് എത്തി ഈ കേസിൽ കൊലപാതകം എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും മാൻ മിസ്സിംഗ് കേസ് ഒരു കൊലപാതകത്തിലേക്ക് പോവുകയും ബിജു ജോസഫിന്റെ മൃതദേഹം മാൻഹോളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. മാൻഹോളിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ തയ്യാറായിരിക്കുകയാണ്. കനത്ത മഴ ഈ ഭാഗത്ത്, ഈ മേഖലയിൽ, കലയന്താനി മേഖലയിൽ പെയ്യുന്നുണ്ട്. അതൊക്കെ കുറേ സമയം മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നതിൽ ദുഷ്കരമായിരുന്നു. പ്രതികൂലമായ കാലാവസ്ഥയും സാഹചര്യവും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ തികച്ചും ആസൂത്രിതമായി പ്രതികൾ ചെയ്ത ഒരു കുറ്റകൃത്യം, അത് വ്യക്തിവൈരാഗ്യം ഉണ്ടായത് സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് പാർട്ട്ണർഷിപ്പ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ പണം വീതം വെപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ. ആ തർക്കത്തിൽ ബിജു ജോസഫിന് എപ്പോഴും ഭീഷണി ഉണ്ടായിരുന്നു. പല സ്റ്റേഷനുകളിൽ ബിജു ജോസഫ് പരാതി നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ പല വഴിയിലൂടെ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഈ കൊലപാതകത്തിന്റെ ചുരുൾ അഴിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജെയിൻ തുടരുന്നു എന്ന്
പ്രതീക്ഷിക്കുന്നു. ജെയിൻ, ഈ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ടോ? കയറ്റിയിട്ടില്ല. ഇപ്പോൾ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടിക്കായി ഈ കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ TV സംവിധാനം ഒന്ന് അവിടെ നിന്ന് പിക്ചറിൽ പരിശോധിക്കാൻ പറയണം. കാരണം ഇവിടെ നിന്ന് ലൈവ് വിഷ്വൽസ് പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൂടി ഒന്ന് പരിശോധിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നടക്കാനുള്ളത് ഇൻക്വസ്റ്റ് നടപടികളാണ്. ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. മൃതദേഹം അവിടെ വെച്ച്, ഈ മൃതദേഹം കിടന്ന ഭാഗത്ത് വെച്ച് ഇൻക്വസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഇൻക്വസ്റ്റിനായിട്ട് ഈ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇവിടെ വെച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റുക. അപ്പോൾ ജനപ്രതിനിധികളുടെയും ഈ പ്രതികൾ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഉള്ള പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആരെങ്കിലും ഇപ്പോൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ടോ? അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണോ ഇപ്പോൾ പരിശോധനകളൊക്കെ പൂർത്തിയായതും? ഇനിയുള്ള മറ്റ് പോലീസിന് അവരൊക്കെ തന്നെ ഈ കസ്റ്റഡിയിലുള്ള ആളുകൾ നേരിട്ട് നൽകിയ വിശദാംശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഈ പരിശോധനയൊക്കെ പിന്നിടാൻ കഴിഞ്ഞത്? അതെ. അതായത് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ജോമോനെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ജോമോനാണ് എവിടെയാണ് കുഴിച്ചിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയത്. അതോടൊപ്പം തന്നെ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യവും ജോമോൻ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ 4 പേരാണ് പ്രതികളായിട്ടുള്ളത്. ആ 4 പ്രതികളിൽ ശരി ജെയിൻ, എന്തായാലും പോലീസിനെ സംബന്ധിച്ചോളം ഒരു പ്രധാനപ്പെട്ട ഘട്ടം പിന്നിട്ടിരിക്കുന്നു. ഈ കേസിന്റെ വഴിത്തിരിവ് എന്ന വണ്ണം മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. മാൻ മിസ്സിംഗ് കേസായിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ബിജു ജോസഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജോമോൻ കസ്റ്റഡിയിലുള്ള ഒന്നാമത്തെ പ്രതി ജോമോനെ തന്നെ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ട് ജോമോൻ ചൂണ്ടിക്കാട്ടി എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ നടത്തിയത് എന്ന കുറ്റസമ്മതത്തിന് ശേഷം പോലീസിന് വഴികാട്ടിയായി മാറി. കസ്റ്റഡിയിൽ എന്തായാലും 4 പ്രതികൾ നിലവിലുണ്ട്. ഒരാൾ കാപ്പ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട 4 പ്രതികൾ, കൊട്ടേഷൻ സംഘം ഉൾപ്പെട്ട കേസ് കൂടിയായി ഇത് മാറുകയാണ്. ജോമോനുണ്ടായ വൈരാഗ്യം അത് കൊട്ടേഷൻ സംഘങ്ങളിലേക്ക് കൈമാറി ബിജു ജോസഫിനെ ഇല്ലാതാക്കാൻ കൃത്യമായ ആസൂത്രണത്തോടുകൂടി തുടക്കമിടുന്നു. പക്ഷേ അത് കൊലപാതകത്തിലേക്ക് ആ ദിവസം കൊലപാതകം നടത്തണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് പ്രതികൾ പറയുന്നത്. അത് ശരിയാണോ എന്നിനി പരിശോധിക്കണം. മർദ്ദനമേറ്റിരുന്നു. ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഒരു ആക്സിഡന്റ്, വാഹനത്തിലും തെറിച്ചു വീഴുന്നു. മുണ്ടുൾപ്പെടെ സ്ഥലത്ത് നിന്നും കിട്ടുകയും ചെയ്തു. പിന്നീട് കൊണ്ടുവന്ന് ഈ ബിൽഡിങ്ങിൽ എത്തിച്ച് മർദ്ദിക്കുകയായിരുന്നു. അതല്ല മറ്റ് രീതിയിൽ വാഹനത്തിലൊക്കെ വെച്ച് ഉണ്ടായിട്ടുള്ള മർദ്ദനം. നേരത്തെ അസുഖബാധിതരായിരുന്നു. കൃത്യമായ ആസ്ത്രത്തോടുകൂടി ആ സമയത്ത്, ആ സന്ദർഭത്തിൽ അങ്ങ് കൊന്നേക്കാം എന്ന് വിചാരിക്കുകയായിരുന്നു. തെളിവൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഈ മാൻഹോളിലേക്ക് കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഉപേക്ഷിച്ചു, മറവ് ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി പോലീസ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചേർത്ത് വെച്ച് ബ്രീഫ് ചെയ്യും. SP അല്പസമയത്തിനകം ഒരുപക്ഷെ മാധ്യമങ്ങളെ വീണ്ടും കണ്ടേക്കാം ഈ പറയുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം. അങ്ങനെ തൊടുപുഴയെ ഞെട്ടിച്ച ഗൃഹനാഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിർണായക വഴിത്തിരിവിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പോലീസ്. കൊലപാതകം എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. കൊലയാളികൾ ഈ മൃതദേഹം മാൻഹോളിൽ കൊലപാതകത്തിന് ശേഷം ഉപേക്ഷിച്ചു, മറവ് ചെയ്തു. 3 നില ബിൽഡിങ്ങിന്റെ, കാറ്ററിംഗ് സെന്റർ ചേർന്നുള്ള ആ ബിൽഡിങ്ങിന്റെ ഭാഗത്താണ് മൃതദേഹം മറവ് ചെയ്തത്. ആ മൃതദേഹമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏറെ ദുഷ്കരമായിരുന്നു മാൻഹോളിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് 3 ദിവസത്തോളമായി മൃതദേഹം പഴക്കമുണ്ട്. ആ ബോഡിയൊക്കെ തന്നെ ചീർത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ മാൻഹോളിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കുക വലിയ വെല്ലുവിളിയായിരുന്നു. കനത്ത മഴയും ഈ പ്രദേശത്ത് പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രതികൂലമായ സാഹചര്യത്തിലൊക്കെ തന്നെ മുഖ്യപ്രതി ജോമോൻ എന്നയാളെ, 1-ാം പ്രതിയായ ജോമോനെ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് പോലീസ് തെളിവുകൾ ശേഖരിച്ചു. എവിടെയാണ് കുഴിച്ചിട്ടത്, എങ്ങനെയാണ് കുഴിച്ചിട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കുറ്റസമ്മത മൊഴിയെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് പരിശോധനകൾ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ നടത്തിയ പോലീസിന്റെ പരിശ്രമം അത് ഫലം കണ്ടിരിക്കുന്നു. ഇനി മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തായി ഇപ്പോൾ കിടത്തിയിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ മഗസർ സീനൊക്കെ തന്നെ പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകും അല്പസമയത്തിനകം. പിന്നീടാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുക. ശാസ്ത്രീയമായ പരിശോധനകൾ, സാമ്പിളുകളൊക്കെ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്കായി ഒക്കെ അയക്കണം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ഒരു കേസിൽ ഈ കേസ് മൂടിവെക്കപ്പെടുകയായിരുന്നു. ഒരു മാൻ മിസ്സിംഗ് എന്ന രീതിയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പിന്നീടാണ് ചുരുളഴിഞ്ഞത്. കേസിൻ്റെ അങ്ങനെ പ്രധാനപ്പെട്ട ഈ കൊലപാതകത്തിൻ്റെ ചുരുളുകൾ അഴിഞ്ഞിരിക്കുന്നു. കൊലപാതകം എന്ന സ്ഥിരീകരണം, ബോഡി ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് പോലീസിന്
മറ്റ് നടപടികൾക്ക് വിധേയമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ജെയിനസ് രാജു വീണ്ടും ചേരുന്നുണ്ട്. ജെയിൻ, ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് നടന്നു വരികയാണല്ലേ? തീർച്ചയായിട്ടും ഈ ഇൻക്വസ്റ്റ് നടപടികൾ ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ ഭിത്തി പൊളിച്ച് ആണ് മൃതദേഹം പുറത്തേക്ക് ഇറക്കിയത്. ആ മൃതദേഹം പുറത്തേക്ക് ഇറക്കി അത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായിട്ടുള്ള മഴ ഈ പ്രദേശത്തുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ഒരു ജനക്കൂട്ടമാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അല്പം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അത് പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഈ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഈ കേസിൽ നമുക്കറിയാം ഒരു 4 പ്രതികളുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. 4 പ്രതികളുണ്ട് എന്നുള്ളതാണ് പോലീസ് എസ് തന്നെ പറഞ്ഞത്. ആ 4 പ്രതികളും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. ഇതിൽ 3 പേർ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലും ഒരാൾ കാപ്പ കേസിൽ റിമാൻഡിൽ കഴിയുകയുമാണ്. അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് ഈ കൊലയ്ക്ക് കാരണം എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എസ് തന്നെ ഈ കാര്യത്തിൽ അത്തരമൊരു സ്ഥിരീകരണം നടത്തിയിരുന്നു. അപ്പം സാമ്പത്തിക ഇടപാട്, അതായത് ഈ കൊല്ലപ്പെട്ട ബിജു ജോസഫും ഈ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ജോമോനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ബിസിനസ് പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആ ബിസിനസ് പങ്കാളിത്തം പിരിഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് എസ് തന്നെ വ്യക്തമാക്കുന്നത്. ഈ കേസിലെ ഇനി കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പ്രജീഷ്. ജീനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.